താങ്ക് യു. കർത്താ, എല്ലാരും സുഹൃത്താ, ഇതെന്തൊരു ഡൈവായിരുന്നോ, വെള്ളം വരെ എത്തിയില്ലല്ലോ. എന്റെ ഭായ്, എനിക്ക് തീയെ പോലും പേടിയില്ല, പക്ഷെ വെള്ളം എന്ന് പറഞ്ഞ പേടിയാ. ബണ്ണി അടിപൊളിയായിട്ട് നീന്തുന്നുണ്ട്. അടിച്ചു പൊളിച്ചു തിമിർത്തു. നീന്തി നീന്തി ഒരു ദിവസം ഞാൻ ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആയിട്ട് മാറും. പിന്നെ സ്റ്റേറ്റ്, പിന്നെ നാഷണൽ, പിന്നെ വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കും ഞാൻ. അങ്ങനെ വേൾഡ് ചാമ്പ്യൻ ആകും ഞാൻ. എല്ലാ ന്യൂസ് പേപ്പറിലും എന്റെ ഫോട്ടോ വരും. എല്ലാ ന്യൂസ് ചാനലുകളിലും എന്നെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും. ആരാധകരുടെ ലൈൻ ആയിരിക്കും ലൈൻ. നിങ്ങളുടെ ബണി സ്റ്റാർ ആകും, സ്റ്റാർ. എടാ സ്വപ്നങ്ങൾ നിർത്തടാ. നീ എന്നെ തോൽപ്പിച്ചാൽ മാത്രമേ നിനക്ക് ചാമ്പ്യൻ ആകാൻ കഴിയുകയുള്ളൂ. സണ്ണി, നീ സൂത്രശാലിയാണ്, ചാണക്യനാണ്. പറഞ്ഞു വരികയാണെങ്കിൽ നീ സണ്ണിയേ അല്ല. അപ്പൊ പിന്നെ എന്താ, എനിക്കാണെങ്കിൽ സണ്ണി എന്നുള്ള പേര് മാത്രമേ അറിയുള്ളൂ. ഇവൻ എന്റെ മുന്നിൽ കുട്ടിയാണ്, ബുദ്ധിയില്ലാത്ത വെറും കഴുതയാണ്. ഈ ചലഞ്ച് എന്റെ വാശിയാണ്. ഏറ്റവും വലിയ സ്വിമ്മർ ആരാണെന്ന് നമുക്ക് അധികം താമസിക്കാതെ തന്നെ കാണാം. ആഹാ, നിങ്ങൾ വളരെ നന്നായി നീന്തുന്നുണ്ടല്ലോ. താങ്ക് യു. അയ്യോ, നിങ്ങളുടെ കാര്യമല്ല, ഞാനിതാ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞത്. ബണ്ണിയെ കൊണ്ട് 5 മണിക്കൂർ തുടർച്ചയായിട്ട് നീന്താൻ കഴിയും. അടിപൊളി. അപ്പൊ ഇനി മുതൽ ബണ്ണിയാണ് സ്റ്റാർ. അല്ലെങ്കിലും ഞങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്റ്റാറുകളാണ്. സാധാരണ ഞങ്ങളാണ് സ്റ്റാർസ് ഉണ്ടാക്കാറ്. ഇങ്ങനെയുള്ള സമയത്ത് സാഹചര്യം പോലും ഞങ്ങൾക്ക് അനുകൂലമായി മാറാറുണ്ട്. സ്ഥലവും ഞങ്ങളുടേതായിരിക്കും. മിന്നിത്തിളങ്ങുന്നത് ഞങ്ങളുടെ ജീവിതവുമായിരിക്കും. സംശയമുണ്ടോ? ഞാൻ ഇന്റർനാഷണൽ സ്വിമ്മിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. സ്റ്റാറാക്കി മാറ്റും ഞാൻ. അത് ശരിയല്ല, അൻസാരി. എന്റെ പേര് അൻസാരി എന്നാണ് ബ്രദേഴ്സ്. അൻസാരി എന്ന് പറയുമ്പോ അൻസാരി ഹോട്ടലായിരിക്കും ഓർമ്മ വരുന്നത്. അൻസാരി ഹോട്ടലിലെ കുമ്പാരി, അൻസാരി ശേഖർ എന്നാണ് എന്റെ പേര്. പിന്നെ സ്റ്റാർ ആക്കുന്നതാണ് എന്റെ ജോലി. വളരെ നന്നായി തന്നെ നീന്തുന്നുണ്ട് താൻ. നിങ്ങളെപ്പോൾ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കാൻ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷ് ചാനലോ? അതെന്താ അത്? അത് ശരി. അപ്പൊ ഇംഗ്ലീഷ് ചാനലിനെ കുറിച്ചൊന്നും അറിയില്ലേ? താനപ്പോ എന്ത് നീന്തലുകാരനാണോ? ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കുക എന്നത് ഏതൊരു സിമ്മന്റെയും സ്വപ്നമാണ്. 500 കിലോമീറ്ററിനേക്കാൾ ദൂരമുണ്ടതിന്. ഫ്രാൻസിന്റെയും ഇംഗ്ലണ്ടിന്റെയും നടുക്കാണത്. അഥവാ നിങ്ങളത് മുറിച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്റ്റാറാക്കി മാറ്റും. ഇത് വളരെ വലുതാണല്ലോ. കൊച്ചലിയ, നിനക്ക് ഉറപ്പായിട്ടും കഴിയും. അതെ, താനൊന്ന് സമ്മതം മൂളിയെ മാത്രം മതി, ഞാൻ തന്നെ സ്റ്റാർ ആക്കി മാറ്റും. അതെ, നിങ്ങൾക്ക് സ്റ്റാർ ഒന്നും ആക്കാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്നെ സ്റ്റാർ ആക്ക്. ഇംഗ്ലീഷ് ചാനൽ ഞാൻ മറികടക്കാം. അയ്യോ, കണ്ടേച്ചാലും മതി. ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കാൻ പോകുന്ന ഒരു മോതല്. സംശയമുണ്ടോ? അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് തൽക്കാലം ഇവിടെ ശ്രദ്ധിക്കാം. ബണി തന്നെയായിരിക്കും ഇംഗ്ലീഷ് ചാനൽ മറികടന്ന് പോകുന്നത്, അല്ലേ കൊച്ചലിയ? അതെ അതെ, ഉറപ്പായും ഞാൻ മറികടക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേ. ഞാൻ ഇതിന്റെ തയ്യാറെടുപ്പുകൾ നടത്താം. അടുത്ത മാസത്തെ ഡേറ്റ് തന്നെ ഞാൻ ഫിക്സ് ചെയ്തേക്കാം. എല്ലാ മീഡിയക്കാരെയും ഞാൻ വിളിപ്പിക്കും. സ്റ്റാറാക്കി മാറ്റും ഞാൻ. സാർ, താങ്കൾ മഹാനാണ്, ബുദ്ധിമാനാണ്, ഈ നഗരത്തിന്റെ അഭിമാനമാണ്. സത്യത്തിൽ സാർ ഒരു മനുഷ്യനെയല്ല. എന്തോ? എനിക്ക് താങ്കൾ ഒരു ഗുരുവാണ്, ഗുരു. കൊള്ളാം, ഞാൻ നിന്നെ സ്റ്റാർ ആക്കി മാറ്റും. പക്ഷെ സ്റ്റാർ ആക്കേണ്ടത് എന്നെയല്ലേ? ഞാൻ ബെറ്റർ സ്വിമ്മർ ആണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരു കോമ്പറ്റീഷൻ നടത്തി നോക്ക്. സണ്ണി, ആരുടെ കാലാണോ ചെറുതായിരിക്കുന്നത് അവർ ഇംഗ്ലീഷ് ചാനലല്ല, ന്യൂസ് ചാനലാണ് ശ്രദ്ധിക്കേണ്ടത്. സംശയമുണ്ടോ? എടാ, കോമ്പറ്റീഷന്റെ റിസൾട്ട് വരുമ്പോഴേ നമുക്ക് കാണാം. അതെന്തായാലും കൊള്ളാം. ഇംഗ്ലീഷ് ചാനലിൽ തന്നെ നമുക്ക് ആ കോമ്പറ്റീഷൻ നടത്തിക്കളയാം. ആരാണത് ആദ്യം മറികടക്കുന്നത്, റെക്കോർഡ് അയാളുടെ പേരിലായിരിക്കും. മീഡിയയ്ക്കും ഉദ്ദേശിക്കുന്ന സംതിങ് കിട്ടുമല്ലോ. മീഡിയയും ഞാനൊരു സ്റ്റാർ ആക്കി മാറ്റും. എന്നാ എനിക്ക് സമ്മതമാണ്. എന്നാ എനിക്കും സമ്മതമാണ്. എന്റെ ഭായ്, അത് ഇംഗ്ലീഷ് ചാനലാണ്, TV ചാനൽ അല്ല. പ്രാക്ടീസ് ഇവിടെയല്ല, കടലിലാണ് ചെയ്യേണ്ടത്. ആ പറഞ്ഞ ശരിയാ. വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം. തോത്തറമേ, നമ്മള് പാർട്ടിക്കല്ല, സ്വിമ്മിംഗ് പ്രാക്ടീസിനാണ് വന്നിരിക്കുന്നത്. എന്റെ ഭായ്, ബണ്ണി മണിക്കൂറുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് പാർട്ടി നടത്താം, അടിച്ചു പൊളിക്കാം, ആഘോഷിക്കാം. ശരി, നിങ്ങളിവിടെ പാർട്ടി ആഘോഷിക്ക്. ഞാൻ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് വരാം.
അത് സണ്ണിയാണ്. എന്തുമാത്രം വേഗത്തിലാവും നീന്തുന്നത്. എടാ വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ട് അടിക്കുന്നത് നീന്തലെന്ന് പറയില്ല. നീ ജയിക്കാൻ പോകുന്നുണ്ടടാ. കോമ്പറ്റീഷൻ കുറച്ച് ടഫ് ആണെന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ ബണ്ണി ജയിക്കുവോ? ബണ്ണി ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. അവന് നല്ല ട്രെയിനിങ് നമ്മൾ കൊടുക്കും. ആ കൊള്ളാൻ കൊച്ചളിയ. ഇങ്ങനെ നീന്തുവാണെന്നുണ്ടെങ്കിലേ നീ ഇംഗ്ലീഷ് ചാനൽ മാത്രമല്ല, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, റഷ്യ അങ്ങനെ എല്ലാ ചാനലും നീന്തി കിടക്കും. അതെ, പക്ഷെ അതൊന്നും കാണാൻ നീ ജീവനോടുണ്ടാവില്ല. സോറി. കലക്കി ബണ്ണി, നിന്റെ ടൈമിംഗ് ഏകദേശം വേൾഡ് റെക്കോർഡിന് അടുത്ത് തന്നെയാണ്. സംശയമുണ്ടോ? ഇനിയിപ്പോ ഈ കോമ്പറ്റീഷനിൽ ഞാൻ തന്നെ ജയിക്കും. ബണ്ണി, ഇന്ന് നീ നിന്നെ തന്നെ തോൽപ്പിക്കാണെന്ന് ശ്രമിച്ചു നോക്ക്. അഥവാ നിനക്കതിന് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാരും നിനക്ക് തടസ്സമായി വരില്ല. എടാ, ഇത് ഞാൻ പറയാൻ വെച്ചിരുന്ന ഡയലോഗാണ്. ഹണി, ഇത് ഡയലോഗാണ്, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനമൊന്നുമല്ല. നന്നായിട്ട് പറഞ്ഞില്ലെങ്കിൽ നാവ് വരെ പതറിപ്പോവും. സംശയമുണ്ടോ? ഇവിടെ വരൂ, എന്നിട്ട് ഇവിടെ തന്നെ നിന്നോളൂ. അധികം വൈകാതെ സണ്ണിയും ബണ്ണിയും ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കാൻ പോവുകയാണ്. രണ്ടുപേരും നീന്തി ഇംഗ്ലീഷ് ചാനൽ മറികടക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ന്യൂസ് ചാനലിൽ ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യും. ജനങ്ങൾ വാണ്ട്സ് നോ ആരാണ് ജയിക്കാൻ പോകുന്നത്. ജനങ്ങൾ വാണ്ട്സ് നോ ആരാണ് ജയിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, സണ്ണിയാണോ അതോ ബണ്ണിയാണോ ബെറ്റർ. ഞാനാണ് നിങ്ങളുടെ എക്സ്പെർട്ട് കമന്റേറ്റർ. എല്ലാ മീഡിയക്കാരും ഒരുങ്ങിയിരിക്കുകയാണ്. മാഗസിന്റെ ആൾക്കാരും വന്നിട്ടുണ്ട്. ആരാണോ ജയിക്കുന്നത് അവരെ ഞാൻ സ്റ്റാർ ആക്കും. അയ്യോ, ഞങ്ങൾ ഇങ്ങനെ നിന്ന് ടയർഡായി പോവും. വേഗം മത്സരം തുടങ്ങാൻ നോക്ക്. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്. ബണ്ണി, 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 ബണ്ണി. ഇവിടെ വരൂ, ജനങ്ങൾ വാണ്ട്സ് നോ അവരെ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്. അവരെ ഇതാണ് കാണിക്കേണ്ടത്. ഇതാ നോക്കൂ, സണ്ണിയും ബണ്ണിയുമാണ്. ടാലന്റിൽ ഫണ്ണിയാണ്. ഒറ്റനോട്ടത്തിൽ ഇവർ പൂച്ചകളാണ്, എന്നാൽ ടാലന്റിൽ ഇവർ പുലികളാണ്. ഇന്നത്തെ സ്വിമ്മിങ്ങിൽ ഇതിഹാസങ്ങളായി മാറാൻ പോകുന്ന സിംഹങ്ങളാണ്. എന്നാൽ ജനങ്ങൾ വാണ്ട്സ് നോ ഈ സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ ആരാണ് ജയിക്കുന്നത്. കുട്ടിയാരെ അമ്പലങ്ങളിൽ നടക്കിരുത്തും. ഇന്നിവർ ഉറപ്പായി നമ്മുടെ ദേശത്തിന്റെ അഭിമാനം ഉയർത്തും. അടികൈ. ബണ്ണി, ബണ്ണി, ബണ്ണി. സണ്ണി, സണ്ണി, സണ്ണി. കൊള്ളാം ബണ്ണി, ധീരമായി പോരാടുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവുകയില്ല. അപ്പൊ പിന്നെ ആരാ തോറ്റു പോകുന്നത്? നീ എന്ത് പണികടായി കാണിച്ചത്? ഇനി കടലിൽ നിനക്കെങ്ങടാ പേരൊക്കെ കിട്ടുക? എടാ തീറ്റപ്രാന്ത, കഴിക്കുന്ന കാര്യത്തിലല്ല നമ്മുടെ ബണ്ണിയെ ജയിപ്പിക്കുന്ന കാര്യത്തില ആവേശം കാണിക്കേ.
അയ്യോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സണ്ണി ചേട്ടൻ തോറ്റു പോവല്ലോ. എങ്ങനെ തോക്കാനാ? നമ്മൾ കൂടെയില്ലേ, നമുക്ക് രക്ഷിക്കാം. നീ കൂടെ നിന്നാൽ മതി. ബണ്ണി വേഗം നീന്ത്. സണ്ണി രക്ഷപ്പെട്ടോ. ഈടാ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ചേട്ടാ, ഞങ്ങൾ ബണ്ണിയെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവൻ ഈ കോമ്പറ്റീഷൻ മതിയാക്കി പോകുമല്ലോ. എടാ മണ്ടന്മാരെ, അവൻ പേടിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെക്കാളും വേഗത്തിലാ അപ്പൊ നീന്തുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ജയിക്കും. നിങ്ങളുടെ ബുദ്ധി ഒന്നും ഇവിടെ വേണ്ട. ഇവിടുന്ന് വേഗം തന്നെ പൊയ്ക്കോ. ഇവിടെ ഒരു രണ്ടുപേരും ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ജനങ്ങൾ വാൻസ് നോ, അതായത് ഇവർ രണ്ടുപേർക്കും ഇംഗ്ലീഷ് ചാനൽ നീന്തി കടക്കാനാകുമോ? സ്വന്തം കോൺഫിഡന്റിന്റെ ഫ്രൈ പാനിൽ വിജയത്തിന്റെ ഓംലെറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ? നായകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അല്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുന്നവന് ഒരിക്കലും പരാജയം സംഭവിക്കില്ല. അടികൈ അവര് കൈയടിക്കാൻ നിന്നാ പിന്നെ എങ്ങനെയാ നീന്തുന്നത്? മിണ്ടാതിരുന്നോ അവിടെ, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർ ആയിക്കളയും. ഞാൻ ഡെയിലി പരിപ്പും ചപ്പാത്തിയും കഴിക്കും. ഞങ്ങളുടെ സ്റ്റാർ ആകുന്നത് ബടിയായിരിക്കും. അടികൈ കൊച്ചലിയ, ഇനി നീന്താൻ ഒരു അല്പ ദൂരം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നല്ല ആവേശത്തോടെ നീന്ത്, നിങ്ങളെ ഞാൻ സ്റ്റാർ ആക്കി മാറ്റാം. ഓണത്തിന് എല്ലാവരോടും നല്ല ഒന്നാന്തര കസവുമുണ്ട്. ദാ നോക്ക്, മുമ്പിൽ തന്നെ ഫിനിഷിംഗ് ലൈൻ കാണുന്നുണ്ട്. കേറി വാ ബണ്ണി, കേറി വാ. അങ്ങനെ തന്നെ. അയ്യോ, നമ്മുടെ ബണ്ണി ഇത് എങ്ങോട്ടാ പോയത്? കാണുന്നില്ലല്ലോ. എന്റെ കൂട്ടുകാരെ, രാത്രിക്കുള്ള ഡിന്നർ ആയതുകൊണ്ട് സോർദാർ ഹാപ്പിയാണ്. എനിക്ക് സന്തോഷമുണ്ട്, കാരണം ബണ്ണി വിന്നറാണ്. എല്ലാവരും അടി കൈ. ഇവിടെ ഒരു ബണ്ണി മത്സരത്തിന്റെ വീതിയിലൂടെ നീന്തി വിജയത്തിന്റെ മൈതാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും നമ്മുടെ വിന്നർ, വേൾഡ് റെക്കോർഡ് ഹോൾഡർ ബണ്ണി? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ വിജയം ആഘോഷിക്കുന്നത്? ദാറ്റ് ഈസ് വാട്ട് ജനങ്ങൾ വാണ്ട്സ് ടു നോ. എന്റെ കൊച്ചലിയൻ ജയിച്ചേ. ബണ്ണിക്ക് ആശംസകൾ. ഹിപ് ഹിപ്. കുട്ടികളാണ് പലപ്പോഴും ലഹരി മരുന്നിൽ വീഴുന്നത്. ബണ്ണി, നീ സണ്ണിയെ തോപ്പിച്ചപ്പോ നിനക്ക് എന്താ തോന്നിയത്? കൂട്ടുകാരെ, ഇത് ജയപരാജയത്തിന്റെ കാര്യമല്ല. ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാ, ഞാൻ എങ്ങനെയാണോ ഇവിടെ ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കിടന്നത്, അതുപോലെ സണ്ണി നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എനിക്ക് എന്തുമാത്രം പ്രശംസ കിട്ടിയോ അതേ പ്രശംസ കിട്ടാനുള്ള അർഹത സണ്ണിക്കും ഉണ്ട്. സണ്ണി, ബണ്ണിയെ കണ്ട് പഠിക്ക്. നമ്മുടെ ശരീരം മാത്രമല്ല, ഹൃദയവും വലുതായിരിക്കണം. സംശയമുണ്ടോ?
ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ കുട്ടികളെ, സ്റ്റാർ ആക്കി മാറ്റുക.